ഹലോ ഗൈസ്, വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് വിഷ്ണു ഫാമിലി. അപ്പം ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റിൻ്റെ വീഡിയോ ആണിത്. ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. സോ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുങ്ങി ഇറങ്ങാൻ നേരം നമ്മുടെ കൗസുമോൻ ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ വോയിസൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഇങ്ങോട്ട്. എന്തിനാ ഇവിടെയാണോ കാളം കഞ്ഞി? സോ ബിസി. ചെന്നപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം കണ്ട് അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയതുകൊണ്ട് കൊടിയേറ്റ് കഴിഞ്ഞായിരുന്നു. കൊടിയേറ്റ് കഴിഞ്ഞിട്ടുള്ള കൊട്ടും വാദ്യമൊക്കെ ആയിരുന്നു അവിടെ. ഉള്ളിലെ സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ കുറേ കടകളുണ്ടല്ലോ, ഈ വള മാല വിൽക്കുന്നതും ടോയ്സ് വിൽക്കുന്നതും പിന്നെ കുറേ ഫുഡ് വിൽക്കുന്നതും. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് വാങ്ങാനാണ് പോയത്. ആദ്യമേ തന്നെ അങ്ങ് കോളിഫ്ലവർ ബജ്ജി വാങ്ങിച്ച് അങ്ങ് ട്രൈ ചെയ്തു. പിന്നെ കാശിക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കുട്ടി കുലുക്കുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു അവൻ സൈഡിലിരുന്ന്. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും അവൾ കുലുക്കുന്നവർക്കും അവൻ ചിരി നിർത്തും. സീതയ്ക്ക് പാവം ഒന്നും കഴിക്കാൻ പറ്റാഞ്ഞിട്ടാവും അവളുടെ ഉടുപ്പ് കഴിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. നമ്മൾ പിന്നെ നോ പറയുമ്പോഴത്തേനും അങ്ങ് വിടും. പിന്നെ കുറച്ച് നേരം അവളെ കളിപ്പിച്ച് ആ ഒരു ഉടുപ്പ് കടിക്കുന്ന കാര്യം അവളങ്ങ് മറന്നങ്ങ് പോവും. പിന്നെ ഞങ്ങൾ കഴിക്കുന്നതിന് ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വെച്ച് അച്ഛൻ അവളെ മേടിച്ചുകൊണ്ട് അങ്ങ് പോയി. പിന്നെ നമ്മൾ നമ്മുടെ പരിപാടി ബാക്കി അങ്ങ് നന്നായിട്ട് തകൃതിയായിട്ടങ്ങ് നടത്തി. അങ്ങനെ അവൻ ചിരിക്കുന്നതിൻ്റെ ക്ലിപ്പ് ചെറുതായിട്ടൊന്ന് കിട്ടി. അതെല്ലാം കഴിഞ്ഞ് നേരെ പോയി ഞങ്ങൾ പാനിപ്പൂരിക്കടയിലേക്കാണ്. അവിടെയൊക്കെ നല്ല തിരക്കായതുകൊണ്ട് മേടിച്ചിട്ട് ഒരു മൂലയ്ക്ക് മാറിയിരുന്നു ഞാനും അമ്മയും അമ്മയും കൂടെ അതങ്ങ് തീരുമാനമാക്കി. പിന്നെ കാശിക്ക് പാനിപ്പൂരി അങ്ങനെ കൊടുക്കത്തില്ല, ജസ്റ്റ് അതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന ഒരു കോൺഫ്ലെക്സ് മാത്രമേ ഇച്ചിരി കൊടുത്തുള്ളൂ. അച്ഛൻ പിന്നെ ഇതൊന്നും കഴിക്കാത്തതുകൊണ്ട് നേരെ ഞങ്ങളൊരു കപ്പലണ്ടി വാങ്ങാൻ വേണ്ടി വിട്ടു. അച്ഛനും അമ്മയും പതുക്കെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. ഞങ്ങളുടെ വ്ളോഗ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ അവസാനം ഒരു കപ്പലണ്ടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. സോ ഇനി അടുത്ത ഉത്സവത്തിന് അടുത്ത ദിവസത്തെ വരുന്നതായിരിക്കും. ബൈ ബൈ.